ഇന്നിതാ ഒരു ഫ്രില്ലഡ് ഫ്രോക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രോക്കാണ്. അപ്പോൾ കഴിഞ്ഞൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് എല്ലാവർക്കും തന്നെ ഈ ഫ്രോക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ കഴിഞ്ഞതിൽ ചെയ്ത ഫ്രോക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കാം. ഇത് ഷോൾഡറിൽ നിന്ന് താഴെ വരെയുള്ള ലെങ്ത്താണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത്. ഇത് നോക്കിയേ 30 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അങ്ങനെ മെഷർമെൻറ്റ് എടുക്കുന്നത്. അത് കാണാത്തവരെല്ലാവരും തന്നെ ആ ഒരു വീഡിയോ കാണുക. ഇതാ ബോഡി ലെങ്ത്ത് 10 ഇഞ്ച്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് മെഷർമെൻറ്റ് എടുക്കുന്ന കാണിക്കുന്നതേ ഉള്ളൂ. ഇതാ ചെസ്റ്റ് റൗണ്ട് 12 × 2 24. അപ്പോൾ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഇതാ സ്കേർട്ട് ലെങ്ത്ത് നോക്കിയാൽ 20 ഇഞ്ചല്ലേ വരുന്നത്. അങ്ങനെ അതും ആക്കി. ഇനി അടുത്ത് ഷോൾഡർ ഇവിടെ 10 ഇഞ്ചാണ് കിട്ടുന്നത്. ഇനി ആം ഹോൾ കിട്ടുക. ആം ഹോൾ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ എടുക്കുന്നതാണ് ആം ഹോള്. അതും 5 വരുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ അളവുകളും കറക്റ്റ് നമുക്ക് ആദ്യം തന്നെ എടുത്ത് എന്താ പറയുക ഒരു ബുക്കിൽ നമുക്ക് എഴുതി വെക്കാം. നെക്ക് ലെങ്ത്ത് ഇവിടെ ഞാൻ 4 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ ബാക്ക് നെക്ക് ലെങ്ത്തും ഒരു 2.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇനി അതാ നെക്ക് വിഡ്ത്ത് നോക്കിയേ. നെക്ക് വിഡ്ത്ത് ഒരു 5 ഉണ്ട് ഇവിടെ. 5 ഇഞ്ചോളം നെക്ക് വിഡ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ആദ്യം തന്നെ നമ്മളെല്ലാം ഒരു കടലാസിൽ മാർക്ക് ചെയ്ത് നോക്കുക. ഇതാ ഞാൻ എടുക്കുന്ന ഫാബ്രിക് എന്ന് വെച്ചാൽ ചിക്കൻ ഫാബ്രിക്കില്ല. അതും അത് നെക്ക് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നെക്കിൻ്റെ 3 തരം നെക്കിൻ്റെ ചെയ്തത് അതേ സെയിം ഫാബ്രിക് തന്നെയാണത്. അപ്പോൾ ആ ഒരു ഫാബ്രിക്കും പിന്നെ അതിന് സമ്മർ കൂളിൻ്റെ ലൈനിങ്ങുമാണ് എടുക്കുന്നത്. പിന്നെ താഴെ നമ്മുടെ സ്കേർട്ട് പോർഷനിൽ ജെൻ്റൽമാൻ ക്ലോത്തും കൂടിയാണ് കേട്ടോ എടുക്കുന്നത്. നമുക്കിതിൻ്റെ ആദ്യം തന്നെ ചെസ്റ്റിൻ്റെ വീതി നമുക്ക് നോക്കാം. ഇതാ 12 കൂടുതൽ ഇവിടെ നോക്കാം. ഒരു 10-14 നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആദ്യം തന്നെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് മടക്കേണ്ടതെന്നുള്ള എല്ലാവർക്കും അറിയുണ്ടാവും. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെ എങ്ങനെ നമുക്ക് ഒരു ഫ്രോക്കിനെ ബോഡി പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള നല്ല രീതിയിൽ തന്നെ അറിയുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇതാ ഇങ്ങനെ അങ്ങോട്ടേക്ക് മടക്കി അപ്പോൾ ഇങ്ങനെ നേരെ നല്ലൊരു വശം മതി കേട്ടോ. ഒരു സൈഡിലെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് താവ് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്തില്ല ടോപ്പ് ലെങ്ത്ത് അത് നോക്കുക. ടോപ്പ് ലെങ്ത്ത് നമുക്കിപ്പോൾ ഇവിടെ വേണ്ട വെച്ചാൽ 10 10ഉം തയ്യൽ തുമ്പും അടക്കം 11 ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. തയ്യൽ തുമ്പ് എന്ന് വെച്ചാൽ മേലെ ഷോൾഡറിൻ്റെ അടിയും വരും. അതുപോലെ താഴെ ഇപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് 1/2 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ 11 ഇഞ്ച് അടിയാളപ്പെടുത്തി. എന്താ വെച്ചാൽ അതിൻ്റെ കരഭാഗമില്ലേ കരവശം ഞാൻ എടുക്കുന്നില്ല. അതങ്ങ് കട്ട് ചെയ്ത് കളയുന്നതിന്. അപ്പോൾ അതും കഴിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതാ നേരെ സ്ട്രൈറ്റ് ആയിട്ട് വരേണ്ടതിന് ശേഷം മടക്കി കൊടുക്കാം. മടക്കിയിട്ട് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മടക്കി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അളന്ന് നോക്കണം കറക്റ്റ് തന്നെയാണോ എന്നുള്ളത്. ഇപ്പോൾ ഈ സമ്മർ കൂൾ ഇപ്പോൾ കോട്ടണിലാണെങ്കിൽ നമ്മൾ മടക്കി കഴിഞ്ഞാൽ അതേ ലെവലിൽ നിൽക്കും. ഇപ്പോൾ ഈ ഒരു സമ്മർ കൂളിലെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്ന ഒത്തിരി തുണിയല്ലേ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ മടക്കുക. എന്നിട്ട് അളന്ന് നോക്കുക കറക്റ്റ് അളവാണോ എന്നുള്ളത്. അപ്പോൾ ബോഡി പാർട്ടിന് വേണ്ട തുണി ഇതാ ഇത്രയേ വേണ്ടൂ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നേരം വെച്ച് കഴിഞ്ഞാൽ തുണിയൊന്നും വേസ്റ്റ് വരില്ല. കറക്റ്റ് തുണി നമുക്ക് ആവശ്യത്തിനെടുത്ത് മറ്റുള്ള തുണി നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാനും പറ്റും. ഇങ്ങനെയാണ് മടക്കിയിട്ടുള്ളത്. നേരെ ഇങ്ങനെ മടക്കി എന്നിട്ട് ഓപ്പോസിറ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോരോ അളവുകളായി ഇതിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറാണ്. ഷോൾഡർ ഇവിടെ 5 ഇഞ്ചല്ലേ നമ്മുടെ ഇതിന് കിട്ടിയത്. അപ്പോൾ ഞാൻ കറക്റ്റ് 5 തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ 5.5 മാർക്ക് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ഷോൾഡർ ഇപ്പോൾ നമ്മൾ തയ്ക്കുന്നേരം 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് പോകുമല്ലോ. അപ്പോൾ ഞാൻ ഈ സ്ലീവ്ലെസ്സിലല്ലേ ഞാൻ അളന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ 5 ഇഞ്ച് തന്നെ കറക്റ്റ് എടുക്കുന്നത്. എന്നിട്ട് താഴോട്ടേക്ക് ആം ഹോളും 5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തിട്ട് നേരെ വരഞ്ഞ് കൊടുക്കാം. ഇനി വേണ്ടത് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് എന്ന് വെച്ചാൽ 24ൻ്റെ 4 ഒരു വശമാണ് എടുക്കേണ്ടത്. അപ്പോൾ 6 12 12 അല്ലേ. അപ്പോൾ ഒരു സൈഡ് എന്ന് വെച്ചാൽ 6 വരിക. 6ഉം അതിൻ്റെ പ്ലസ് ആയിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഡ്രസ്സ് അളവെടുത്തത് കൊണ്ടാണ് ഈ കറക്റ്റ് അളവ് തന്നെ എടുക്കുന്നത്. നമ്മൾ ശരീരത്തിൽ നിന്ന് അളവെടുത്തെങ്കിൽ 1/2 ഇഞ്ചോളം എക്സ്ട്രാ നമ്മൾ എന്താ പറയുക ലൂസ് ഇട്ട് കൊടുക്കണം. എന്നിട്ടാണ് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തേണ്ടത്. ഇനിയിപ്പോൾ ഇത് നെക്ക് ഇവിടെ ഞാൻ 2 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 4.25 നെക്ക് ഉണ്ടെങ്കിൽ 4.5 നെക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട് അടയാളപ്പെടുത്തുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ കറക്റ്റ് നെക്ക് കിട്ടും. ഇതിപ്പോൾ താവ് എന്താ പറയുക നെക്ക് ലെങ്ത്ത് ഞാൻ 4 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് കറക്റ്റ് തന്നെയാണ് അടയാളപ്പെടുത്തിയത്. പിന്നെ
ബാക്ക് നെക്കിനകത്താണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്, അത് ഒരു 2.5 ഇഞ്ച്. നമുക്കിതെല്ലാം സ്ക്വയർ ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഈ ബോഡി പാർട്ട് എന്താ വെച്ചാൽ ഞാൻ അത്രയും വിശദമായി പെറ്റിക്കോട്ടിൻ്റെതായിക്കോട്ടെ കഴിഞ്ഞൊരു ഫ്രോക്കിലായിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാത്തവർ ആ ഒരു വീഡിയോയിലും പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ഫാസ്റ്റ് പറഞ്ഞു പോകുന്നത്, അത്ര വിശദീകരിക്കാണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. ഇനി വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താം. അപ്പോൾ 22 അല്ലേ ടോട്ടലി, അതിൻ്റെ 4 ഭാഗം 5.5 ഇഞ്ചാണ് വരുന്നത്. 5.5 പ്ലസ് 1 തയ്യൽ തുമ്പായിട്ട് 1 കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം എല്ലാം മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാത്തിനെയും എന്താ വെച്ചാൽ ആം ഹോള് എല്ലാം നമുക്ക് കേവാക്കി കൊടുക്കാം. അപ്പോൾ നേരെ പകുതി കണ്ട് ഇവിടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1 ഇഞ്ചാണ് കൂടുതൽ വരുന്നത്, അതിൻ്റെ 1/2 ഇഞ്ച് നേരെ പകുതി ഇവിടെ മധ്യത്തിലായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ കേവാക്കിയിട്ട് ഫ്രഞ്ച് കേവില്ലേ നമുക്ക് അതിനെ കൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇവിടെ ചെറിയൊരു കേവാക്കുന്നുണ്ട്. അതേപോലെ നെക്കും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും എല്ലാം തന്നെ നമുക്ക് ചെറിയ രീതിയിൽ കേവാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്കെയിലിൻ്റെ പെട്ടെന്ന് തന്നെ കേവാക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മളിപ്പോൾ കൈ കൊണ്ടിലാക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ കൊണ്ടാക്കുന്നേരം കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബാക്ക് പാർട്ട്. ഇപ്പോൾ ബാക്ക് മുന്നും അല്ല ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിൻ്റെ നമ്മുടെ നെക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഷോൾഡർ നമ്മൾ ചെറിയ സ്ലോപ്പ് കൊടുക്കണം, ഒരു 1/4 ഇഞ്ച് താഴ്ത്തിയിട്ടൊരു സ്ലോപ്പ് കൊടുക്കേണ്ടതുണ്ട്. നോക്കിയേ, ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നേരം ഇതാക്കിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നേരം കുറച്ചൊന്ന് ചേരിച്ചിട്ട് അവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ എല്ലാ അളവുകളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് പാർട്ട് എന്ന് വെച്ചാൽ 2 തുണി ഒപ്പരം വെച്ചിട്ട് ബാക്ക് വശം കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൻ്റെ ആ തുണി മാറ്റിയതിന് ശേഷം ഒരു 1/4 ഇഞ്ച് താഴ്ത്തിയിട്ട് ആം ഹോളിലെ അവിടെ 1/4 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക, മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്കും കൂടിയും കട്ട് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നെക്കെല്ലാം ആദ്യം കട്ട് ചെയ്യുന്നേരം അപ്പോൾ ബാക്കും മുമ്പും ഒരുപോലെ താഴ്ന്നു നെക്ക്, അതുകൊണ്ടാണ് ബാക്കിൻ്റെ ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ ഈ നമ്മുടെ ബോഡി പാർട്ടിയുടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തുണിയിലേക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ലൈനിങ് അല്ല ഞാൻ കട്ട് ചെയ്തത്, ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തുണിയെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നടുവെല്ലാം കൂട്ടി അടിച്ചിട്ട് ആക്കിയതാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ആദ്യം എന്താ പറയുക ലെങ്ത്തും വിഡ്ത്തും ഉണ്ടോ എന്ന് നോക്കാം. തുണി നമ്മൾ കൈമ കിട്ടുന്ന തുണി ഏതാണോ അതിൻ്റെ അളവ് കറക്റ്റ് കിട്ടുമെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വെച്ചാലും സാരമില്ല. ഇപ്പോൾ ഇത് ഇന്ന രീതിയിലേ മുറിക്കാൻ പാടുള്ളൂ അങ്ങനത്തെ യാതൊരു കണക്കും ഇല്ല. നമുക്കിപ്പോൾ ഒരു തുണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഒരു ബോഡി പാർട്ടിന് എത്തുമെങ്കിൽ നല്ല തുണിയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എത്തുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് വെച്ചിട്ട് ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഫ്രണ്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു അളവൊന്നും പ്രശ്നമൊന്നുമില്ല. ബാക്കി എന്താ വെച്ചാൽ കൈക്കുഴിയും നെക്കും അല്ലേ ഫ്രണ്ടിൻ്റെതും ബാക്കിൻ്റെതും ഒരു മാറ്റം വരുന്നത്. അപ്പോൾ അവിടുന്ന് കറക്റ്റ് ഓർമ്മ കിട്ടിയത് കൊണ്ട് ഞാൻ ബാക്ക് വെച്ച് കറക്റ്റ് തന്നെ കട്ട് ചെയ്യാണ്. എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്ക് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ടും കട്ട് ചെയ്യാം. ഞാൻ വിചാരിച്ചാൽ ആദ്യം ഈ ഒരു നല്ല തുണിയിൽ കട്ട് ചെയ്യുന്ന കാണിക്കണ്ട, പിന്നെ വിചാരിച്ചാൽ മതി. നിങ്ങൾക്ക് ചിലവർ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടാവില്ലേ, അവർക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു രീതി കാണിക്കുക. പിന്നെ ഞാൻ മടക്കിയത് നേരെ ഓപ്പോസിറ്റാണ് മടക്കിയ ഈ തുണി, നല്ല തുണി. അപ്പോൾ നിങ്ങൾ മടക്കുന്ന നേരം മറ്റെങ്ങനെ തന്നെ മടക്കാൻ ശ്രമിക്കുക. നമ്മൾ മടക്കുന്ന നേരം എന്താവും അളവിൽ മാറ്റങ്ങൾ വരില്ല. ഇതിനുള്ള ചെറിയൊരു വേരിയേഷനെല്ലാം ഉണ്ട്. അത് പിന്നെ തയ്ക്കുന്ന നേരം ഓരോ ഇഞ്ച് നമ്മൾ സൈഡിൽ ഇട്ടിട്ടില്ലേ എക്സ്ട്രാ, അതുകൊണ്ട് അതിലങ്ങ് ഉൾക്കൊള്ളൂ. പിന്നെ നിങ്ങൾ എടുക്കുന്ന നേരം കറക്റ്റ് തന്നെ തുണി എടുക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോഡി പാർട്ടിന് വേണ്ട കറക്റ്റ് അളവ് തുണി ഉണ്ടോയെന്നൊന്ന് നോക്കണേ. പിന്നെ ഇതെല്ലാം ഒന്ന് എന്താ പറയുക എക്സ്ട്രാ ഉള്ള തുണികളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു മോഡൽ പിക്ചർ നമ്മളൊന്ന് വരച്ചെടുക്കുക. എങ്ങനെ വേണം, ഏതെല്ലാം എത്ര അളവിൽ വേണം എന്നുള്ളതെല്ലാം ആദ്യം ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തുണി മുറിക്കുന്നേരം ഒരു കൺഫ്യൂഷൻ വരില്ല എത്രയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ അടയാളപ്പെടുത്തി ഏതെല്ലാം എത്ര വീതം വേണം. അപ്പോൾ 10 ബോഡി പാർട്ടിൽ 10 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. നേരെ നമ്മൾ ബാക്കി 20 അല്ലേ വരുന്നത്, അത് നമ്മൾ 10 ഒരു ഫസ്റ്റത്തെ ലെയർ 10 രണ്ടാമത്തെ ലെയർ 10 അങ്ങനെ ടോട്ടൽ 30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. നേരെ നമുക്കൊരു സംശയം വരില്ല. അപ്പോൾ 10 ആകുന്ന നേരം 1/2 ഇഞ്ച് മേലിൽ തയ്യൽ തുമ്പാണ്, 1/2 ഇഞ്ച് താഴെ. അപ്പോൾ 11 നീളവും വീതി എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് വെച്ചാൽ ബോഡി പാർട്ടില്ലേ, ബോഡി പാർട്ടിൻ്റെ നേരെ ഡബിളായിട്ടാണ് ഞാൻ ഇതിൻ്റെ വീതി എടുക്കുന്നത്. ഇവിടെ വേസ്റ്റ് റൗണ്ട് 22 അല്ലേ വന്നത്, 22ഉം പിന്നെ അതിൻ്റെ കൂടെ നേരെ അതിൻ്റെ 22ഉം കൂടി കൂട്ടിയിട്ട് 44 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ 4 മടക്കിയ തുണിയാണ്. അപ്പോൾ 44 കൂടുതലായാലും ഒരു പ്രശ്നവുമില്ല, കുറയാതെ നമ്മൾ കറക്റ്റ് എന്താ പറയുക തുണി എടുക്കുന്ന നേരം 44 കുറയാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ തറ്റ ഞാൻ അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ അവിടെ കണ്ട ഞാൻ ചെറിയ നൂലിന് വേണ്ടിയിട്ട്
നൂല് ഈ കളർ വാങ്ങാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഈ തുണി കട്ട് ചെയ്യുന്ന കാണിക്കാത്തതെന്ന് വെച്ചാൽ ഒരു 3 മീറ്ററിന് ഒരു ഗൗണ് തയ്ക്കാൻ വേണ്ടി വാങ്ങിയ തുണിയാണ് കേട്ടോ. പിന്നെ അത് ചെന്നാൽ പിന്നെ എൻ്റെ മോക്കൊന്ന് ആക്കി കൊടുക്കാമെന്നുള്ളതിലാണ് ഈ ഒരു രീതിയിൽ ഞാൻ ഇപ്പോൾ തുണി എടുത്തത്. അപ്പോൾ ഞാൻ വീതി ഇങ്ങനെ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ വീതി ഇങ്ങനെ തന്നെ മടക്കി കൊടുത്തതാണ്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ മടക്കുന്നത് കറക്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് മടക്കിയിട്ട് എടുത്തത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീതി കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ലൈനിങ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതാ ഇങ്ങനെ നേരെ നിവർത്തിയിട്ട് അതിൻ്റെ വീതിൻ്റെ പോർഷനിൽ ഇങ്ങനെ 4ആയിട്ട് മടക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ മെയിനായിട്ടുള്ള ക്ലോത്തിൽ നമ്മൾ ലെങ്ത്ത് എടുത്ത് വെച്ചാൽ 11 ഇഞ്ചാണ്. 10 + 1 തയ്യൽ തുമ്പും. അപ്പോൾ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് 8 + 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് 9 ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പം മെയിനായിട്ടുള്ള ക്ലോത്തിൻ്റെ 2 ഇഞ്ച് കുറച്ചിട്ട് വേണം ലൈനിങ് എടുക്കുക. അതുപോലെ അതിൻ്റെ വീതി അതുപോലെ തന്നെ വീതി മെയിനിൻ്റെ അതേ വലുപ്പം വേണ്ടിയില്ല, ലൈനിങ്ങിനേക്കാളും കൂടുതലായിരിക്കണം മെയിൻ ക്ലോത്തിന് വേണ്ടത്. ലൈനിങ് കുറച്ച് കുറവായിരിക്കണം, വീതിയും നീളവും എല്ലാം തന്നെ. പക്ഷേ വീതി എന്നാലും എന്താ വെച്ചാൽ ഒരേതായാലും പ്രശ്നമില്ല, നീളം എന്തായാലും കുറച്ച് കുറവായിരിക്കണം വേണ്ടത്. അപ്പോൾ ഇനി അതിൻ്റെ വീതി എങ്ങനെയാണ് അടയാളപ്പെടുത്തുകയെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടില്ലേ, വേസ്റ്റ് റൗണ്ട് 22 വരുന്നത്. 22ഉം നേരെ അതിൻ്റെ പകുതിയും 22 + 11. അപ്പോൾ എത്ര വരിക? 33 1 ഇഞ്ച് തയ്യൽ തുമ്പും. അങ്ങനെ 34 ഇഞ്ചിൽ വീതി നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റത്തെ ലെയർ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിനെ കണക്കാക്കിയിട്ടാണ് ഫസ്റ്റ് ലെയർ എടുക്കുന്നത്. അപ്പോൾ ഇനി സെക്കൻഡ് ലെയർ എടുക്കാൻ ഈ ഒരു ഇതില്ലേ ലൈനിങ്, അതിൻ്റെ അളവ് വെച്ചിട്ടാണ് കേട്ടോ സെക്കൻഡ് ലെയർ എടുക്കാൻ. അതുകൊണ്ട് ഇത് കറക്റ്റ് അളവ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഫസ്റ്റത്തെ ലൈനിങ്ങും അതേപോലെ മെയിൻ ക്ലോത്തും കൂടുന്നതിന് കണക്കായിട്ട് എൻ്റെ രണ്ടാമത്തെ ലെയർ ഇല്ലേ, അതും തുണി കൂടുതലായിരിക്കണം. അപ്പോൾ ഫസ്റ്റത്തേനേക്കാളും കൂടുതലായിരിക്കണം രണ്ടാമത്തെ ലെയറും വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എത്ര എടുത്തേ? എത്രയും 22, 33, 34 ഇഞ്ചാണ് ടോട്ടൽ എടുത്തിന് കേട്ടോ. 34. ഇനി നമുക്ക് രണ്ടാമത്തെ തുണി മുറിക്കാം. രണ്ടാമത്തെ ലെയറല്ലേ ഇതിനിതാ 2ആയിട്ട് മടക്കിയതാണ്. അപ്പോൾ നേരത്തെ ഞാനിതിങ്ങനെ എന്താ വെച്ചാൽ ക്യാമറ കുറച്ച് അടുത്തായിപ്പോയി, അതാ പറ്റിയത്. അപ്പോൾ 2ആയിട്ട് മടക്കി ഈ തുണിനെ നമുക്ക് ഒരു മടക്കും കൂടി അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം. അതിന് മുമ്പേ എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 10 ഇഞ്ചല്ലേ ഇവിടെ പറഞ്ഞത്. അപ്പോൾ 10ഉം നമ്മൾ ലൈനിങ്ങിൽ 2 ഇഞ്ച് കുറച്ചിട്ടല്ലേ മറ്റേതിലെടുത്തേ. അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിലാണ് ഇത് അടിച്ച് കൊടുക്കുക. അപ്പോൾ അന്നേരം മേലോട്ടേക്ക് കയറുന്നേരം 2 ഇഞ്ച് കുറയും. അപ്പോൾ 10 + 2 കൂട്ടി കൊടുക്കുക, 12. പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും. അങ്ങനെ 13 ഇഞ്ചാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. 10 ഇഞ്ച് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ ലൈനിങ്ങിൻ്റെ മേലിലേക്ക് കയറുന്നൊരു 2 ഇഞ്ച് കൂടിയുണ്ട്. ലൈനിങ് കുറച്ചിട്ടില്ലേ, ലൈനിങ് എത്രയാണോ കുറക്കുന്നത് ആ കുറക്കുന്നത് ഈ രണ്ടാമത്തെ ലെയറിൽ നമ്മൾ എടുക്കണം. അതേ മനസ്സിലാക്കേണ്ടുള്ളൂ. അപ്പം 10 + 2 + 1 അങ്ങനെ 13 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇനി വീതി എന്ന് പറയാൻ നമ്മുടെ ലൈനിങ്ങിൻ്റെ നേരെ ഡബിൾ. അപ്പോൾ മറ്റേത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ നേരെ ഡബിൾ അല്ലേ നമ്മൾ ഈ ഫസ്റ്റ് ലെയറിലെടുത്തേ. ഈ രണ്ടാമത്തെ ലെയറിൽ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിൻ്റെ നേരെ ഡബിളായിട്ട് വേണം ഈ ഒരു തുണി എടുക്കുക. പക്ഷേങ്കിൽ അതെടുക്കുന്ന നേരം അതിൻ്റെ കൂടുതലായ പ്രശ്നമില്ല കേട്ടോ, കുറയാതെ നോക്കുക. കുറച്ച് കൂടുതലായിട്ട് എടുത്താൽ യാതൊരു പ്രശ്നവുമില്ല. സെക്കൻഡ് പാർട്ട് ഞാൻ സെക്കൻഡ് പാർട്ട് എന്ന് എഴുതി വെക്കുന്നുണ്ട്. എന്നിട്ട് തുണി കുറേ കഷ്ണമായിട്ടാകുന്ന നേരം നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് വലുപ്പത്തിൽ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, ഇത് ചോക്കല്ലേ, ജസ്റ്റ് വെള്ളം നനച്ചാൽ തന്നെ അങ്ങ് പോവും. അപ്പോൾ അതിൻ്റെ ഇതിൽ കിട്ടുന്ന വശം ഞാൻ ഇതിൽ നിന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 28 ഇഞ്ചാണ് അത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടിയും വേണം. അപ്പം വന്നു വെച്ചാൽ ടോട്ടൽ നമുക്ക് വേണ്ട 67 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 28 എന്ന് വെച്ചാൽ 2 മടക്കായിട്ടാണ് 28 52 ഇഞ്ചോളം 52 56 ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയാണ് നമുക്കിതിൽ കിട്ടേണ്ടത്. പക്ഷേ ഞാൻ ഇത് കുറച്ചും കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ കുറച്ചൊരു 5 ഇഞ്ചോളം കൂടുതലെടുത്ത് 5 ഏകദേശം കുറച്ചെടുത്തിട്ടുണ്ട്, കൂടുതലെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലെടുത്താൽ പ്രശ്നമൊന്നുമില്ല, കുറയാതെ നമ്മൾ നോക്കുക. ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. അപ്പോൾ ആദ്യം നിങ്ങളൊരു ന്യൂസ് പേപ്പറിൽ ഇത്ര ലെങ്ത് കിട്ടൂല, എന്നാലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മനസ്സിലാക്കി നോക്കുക. എന്നിട്ട് അതിന് ശേഷം മാത്രം തുണിയിലേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുക. ഫസ്റ്റായിട്ട് അടിക്കുന്നവരാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അടിക്കാൻ അറിയുന്നവർക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല, ഒന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവും. ഏതൊരാൾക്കും തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. ഇനിയിപ്പോൾ ലൈനിങ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, നമ്മൾ ആദ്യത്തെ ലൈനിങ്ങിൽ ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്, ആ ഒരു ലൈനിങ്ങിൻ്റെ
വീതിയും അതിൻ്റെ കൂടെ അതിൻ്റെ നേരെ പകുതി വീതിയും. അപ്പോൾ ആ ലൈനിങ് എങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഇതില്ല വേസ്റ്റ് റൗണ്ടിൻ്റെ അളവും അതിൻ്റെ നേരെ പകുതിയും. അപ്പോൾ ഈ രണ്ടാമത്തെ ഈ ലെയറിൻ്റെ ലൈനിങ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിൻ്റെ അളവും അതിൻ്റെ കൂടെ അതിൻ്റെ നേരെ പകുതിയും പ്ലസ് തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് ഇത് എടുക്കേണ്ടത്. ഇതും കട്ട് ചെയ്തെടുക്കുക. ഉള്ള അളവ് ഉള്ള തുണി എത്രയാണോ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മാറ്റി നമുക്ക് എക്സ്ട്രാ വേണ്ടത് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ തന്നെ 3 മീറ്ററോളം ഉണ്ട് തുണി, നല്ല വലിപ്പമുള്ള തുണിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിതാ കട്ട് ചെയ്തെടുക്കലാണ്. നമുക്ക് തുണി വേണ്ട കറക്റ്റ് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ താഴോട്ട് എത്ര അട്ടികൾ ഉടുപ്പ് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ നീളം എന്ന് പറയുന്നത് ഞാനിവിടെ 10 ഇഞ്ചാണ് കേട്ടോ എടുത്തത്. 13 അല്ല മറ്റേത് വന്നത് സെക്കൻഡ് പാർട്ട്. പക്ഷേ ഇത് ഞാൻ 10 ഇഞ്ചേ എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ 2 ലെയർ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3 ലെയർ എടുക്കുന്നുണ്ട്. നിങ്ങളൊരു 11 ഇഞ്ച് ആക്കാൻ ശ്രമിക്കുക. എന്നാലല്ലേ 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് മൂന്നാമത്തെ ലെയർ അടിക്കാൻ പറ്റൂ. ഇതിപ്പോൾ 2 ലെയർ മാത്രമായതുകൊണ്ടാണ് ഞാൻ 10 ഇഞ്ച് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ലെയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൂട്ടി പരസ്പരം കൂട്ടിയടിക്കേണ്ടതെല്ലാം ഒരുമിച്ചിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം ഒരേ കളറല്ലേ, അപ്പോൾ ഓരോന്നും അതിൻ്റേതായി സെറ്റാക്കിയിട്ട് നമ്മൾ മടക്കിയിട്ട് കറക്റ്റ് വെക്കുക. എക്സ്ട്രാ വന്ന തുണികളും വേസ്റ്റും എല്ലാം തന്നെ അങ്ങ് കളഞ്ഞ് നമ്മൾ എന്ത് അടിക്കുന്ന ആയിക്കോട്ടെ എന്ത് ചെയ്യുന്നേരം അത് നീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഒരു കട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്ന് കാണാൻ തന്നെ ഫുള്ള് വൃത്തികേടായിട്ടായിരിക്കും. പെട്ടെന്ന് കയറിയാലെല്ലാം ഫുള്ള് കുളമായിട്ടുണ്ടാവുക. എന്നാലും നല്ല നീറ്റ് ചെയ്താൽ നമുക്ക് റിസ്ക് ഉണ്ടാവില്ല. ഇനി ഈ ഒരു ഫ്രോക്കിന് ഒരു കുഞ്ഞ് കയ്യും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ എഡ്ജെല്ലാം ഒന്ന് നീറ്റാക്കി കൊടുക്കുക, സ്ട്രൈറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ട ആദ്യം 1 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ വിട്ട് വെക്കുക. അതിന് ശേഷം ഞാനിവിടെ 4 ഇഞ്ചോളം കൈ എടുക്കുന്നുണ്ട് കേട്ടോ. 4 ഇഞ്ചുള്ള ഒരു കുഞ്ഞ് കൈയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയറായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ തുണി എത്രയാണ് വേണ്ട അതിൻ്റെ ഇത് നോക്കണേ. നമ്മൾ ആം റൗണ്ട് 5 ഇഞ്ചെല്ലാം എടുത്താൽ 5 ഇഞ്ച് താഴോട്ടുണ്ടോയെന്നും കൂടി നോക്കണം. എന്നിട്ട് താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 മാർക്ക് ചെയ്ത് എന്നിട്ടിതിങ്ങനെ ക്രോസ് ചെരിച്ചിട്ട് നേരെ വരഞ്ഞു കൊടുക്കാം. അപ്പോൾ 2 ഇഞ്ചല്ലേ ഇത് കൈ വരുന്നത്, 4 ഇഞ്ചല്ലേ കൈ വരുന്നത്. അതുകൊണ്ട് 2.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് താഴെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻറ്റ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് കേട്ടോ. ഇതിൻ്റെ നേരെ മിഡ് പോയിൻറ്റ് കണ്ടെത്തി അതിന് ശേഷം നമുക്ക് ചെറിയൊരു കേവ് കൊടുക്കാം. അപ്പോൾ ഓരോരോ ലെങ്ത്ത് കൂടുന്നതിന് കണക്കായിട്ട് ഇതിൻ്റെ ഈ ഒരു എന്ന് വെച്ചാൽ താഴെ എടുക്കുന്ന ഈ അളവ് ചെറിയൊരു മാറ്റം വരും. ഇപ്പോൾ ഒരു 5 ആകുന്നേരം ഒരു 3 ഇഞ്ച് അങ്ങനെയെല്ലാം വരും കേട്ടോ. ഇപ്പോൾ മിഡ് പോയിൻറ്റ് കുറച്ച് മേലെ നിന്ന് ഇങ്ങനെ ചെറിയൊരു കേവ് അങ്ങോട്ടേക്കും അതേപോലെ 4 ഇഞ്ചോളം ഇങ്ങോട്ടേക്കും കൂടിയിട്ട് ഒന്ന് ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്ത് എടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഈ ടോപ്പിൻ്റെ പോർഷൻ കൈൻ്റെ അളവ് ഇങ്ങനെ വെച്ച് നോക്കുക കറക്റ്റാണോ. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കം ഇതിപ്പോൾ നമ്മളിപ്പോൾ തയ്ച്ചിട്ടില്ലല്ലോ, തയ്യൽ തുമ്പ് അടക്കം ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയായാലും നമ്മൾ കൈ അളവെടുത്തിട്ട് കറക്റ്റ് കൈൻ്റെത് മുറിക്കാതെ ഈ ഒരു ടോപ്പിൻ്റെ പോർഷനും കൂടി നമ്മൾ കറക്റ്റ് നോക്കണം. അല്ലെങ്കിൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതും വലുതും എല്ലാം ആയിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൈൻ്റെ അളവ് ആം ഹോൾ കറക്റ്റ് വെച്ച് അത് നോക്കുക, അല്ലെങ്കിൽ ടാപ്പ് എടുത്തിട്ട് കറക്റ്റ് അളന്ന് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ താഴോട്ടേക്ക് 5 കിട്ടിയേ, പക്ഷേങ്കിൽ ഇത് ചെരിച്ചിട്ട് ഇതാക്കുന്നേരം 6 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ സ്ലീവ് റൗണ്ട് ഉണ്ട്. സ്ലീവ് റൗണ്ട് എന്ന് വെച്ചാൽ എത്രത്തോളമൊക്കെ കുട്ടീൻ്റെ കൈ വരുന്നത് അവിടെയുള്ള റൗണ്ട്. എനിക്കിപ്പോൾ ഇവിടെ 4 ഇഞ്ചാണ് കിട്ടുന്നത്. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ട് നേരെ ക്രോസ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. താഴോട്ടേക്കായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതും കട്ട് ചെയ്തെടുക്കാം. ഈ ക്യൂട്ടായിട്ടുള്ള ഈ ഫ്രോക്കിൻ്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങുമായി അടുത്ത പാർട്ടിൽ വരാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.